ബുൾബുൾ സിനിമ കണ്ടിട്ടുണ്ടോ? ബുൾബുൾ അല്ലെങ്കിൽ ട്രാൻസ്, ആ മൂവി, പിന്നെ നമ്മുടെ അമൽ നീരദിന്റെ മൂവി, ഇതിനൊക്കെ ഒരു പ്രത്യേക കളർ ടോൺ ഉണ്ട്. അത് എഡിറ്റിംഗ് ലൈക്ക് ആ ഒരു കളർ പോസ്റ്റ് പ്രൊഡക്ഷനിൽ DI എന്ന് പറയാം, ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് DIയിലാണ് എനിക്ക് ഗെയിം. പക്ഷെ അത് നമ്മൾ സിനിമാറ്റോഗ്രാഫർ തന്നെ തീരുമാനിച്ചിട്ട് കോസ്റ്റ്യൂം ഉൾപ്പെടെ സപ്പോർട്ട് ആവണം. ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ഹോളിവുഡ് സിനിമകളിലൊക്കെ മിക്കവാറും 2 അല്ലെങ്കിൽ 3 ടോൺസിനപ്പുറം പോകാറില്ല. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്യുന്ന അതിന്റെ കോൺട്രാസ്റ്റ് ലെവൽ ടോൺസ് ആയിരിക്കും കോസ്റ്റ്യൂമിലും പ്രോപ്പർട്ടീസിലും ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യുമ്പോഴും ആ ലെവലിൽ പിടിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ ഹൊറർ മൂവിക്ക് ഒരു കളറോട് അങ്ങനെ പറയില്ലേ, പക്ഷെ ഈ ഒരു കളറ്, ആ ഒരു ടോൺ എന്ന് പറയുന്നത് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് സൈക്കിളി ഇപ്പം വയലറ്റ്, ഡ്രീം, ഓരോന്നിനും ഓരോ ടോണുണ്ട്. ഇപ്പോൾ പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പോലെ, ഇപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ ചുവപ്പ്, തണുപ്പെന്ന് പറഞ്ഞാൽ ബ്ലൂ എന്ന് പറയുന്ന കണക്ക് ഓരോന്നിനും സൈക്കിളി കണക്ട് ചെയ്യുന്ന കുറെ ടോൺസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഫ്രെയിമും സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എല്ലായിടത്തും നോക്കാൻ പറ്റില്ല. നമുക്ക് മലയാളം സിനിമയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന ഫണ്ടും ഇവിടെ തിയേറ്റേഴ്സിൻ്റെ എണ്ണോ, ഇപ്പോൾ ജസ്റ്റ് തമിഴിലേക്ക് പോയാൽ അവിടെ ഒരു 3000 തിയേറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ 300, ഈ ഒരു റേഷ്യോ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ബഡ്ജറ്റ് അതിനായിട്ട് ബേസ് ആയിരിക്കും എല്ലായിരിക്കും. നമ്മളിപ്പോൾ ഒരു സ്ഥലം ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു 5-6 ബിൽഡിംഗ് ഉണ്ട്, അതിൽ ഒരു ബിൽഡിംഗ് മാത്രം നമ്മൾ ഉദ്ദേശിച്ച നിറമല്ല. അപ്പോൾ ആ ബിൽഡിംഗ് മൊത്തം കളർ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റ് ഫണ്ട് സപ്പോർട്ട് ചെയ്യണം. വലിയ പടങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, മൊത്തം കളർ മാറ്റിയിട്ട് അടിച്ചു കൊടുക്കുമെന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെയുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഗ്രാഫിക്സിലോ VFXിലോ കളറൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. പറ്റും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇതെല്ലാം ഫണ്ടിനെ ബേസ് ചെയ്തിരിക്കും. ഈ ഒരു DOPക്ക് ഭയങ്കര ഫ്രീഡം കിട്ടാറുണ്ടോ മൂവി എന്ന് വരുമ്പോൾ? ലൈക്ക് ഇപ്പോൾ ഡയറക്ടേഴ്സിനും ആണ് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഒരു സിനിമ എങ്ങനെ എന്താക്കണമെന്ന്. അപ്പോൾ അതേ ഒരു ഈക്വൽ ഫ്രീഡം DOPക്ക് കിട്ടാറുണ്ട്. പിന്നെ നല്ല ഡയറക്ടേഴ്സ് എല്ലാം ഫുൾ ഫ്രീഡം തരും. കാരണം അവർ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ആരുടെ അടുത്ത് പറയണത്, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു കട്ടിൽ വേണം, ഇവിടെ കട്ടിൽ വേണം, ബെഡ്റൂം വേണം, ഇത് വേണം, മേശ വേണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പുള്ളി അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഏത് കാലഘട്ടമാണ്, ഇവിടെ 40 ഇങ്ങനത്തെ കട്ടിലാണ്, ഇവിടെ 40 റെഫറൻസ് എടുക്കുന്നു, 40 തന്നെ ഇങ്ങനത്തെ ഒരു കട്ടിൽ അല്ലെങ്കിൽ മേശ, അത് ഈ ഇപ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഫാമിലി എത്രത്തോളം റിച്ച് ആണ്, അല്ല എങ്ങനെ വേണം, ഇതൊക്കെ അപ്പോൾ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഇങ്ങോട്ട് വരും. നമ്മൾ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ക്യാമറ ഓപ്പറേറ്റർ മതി. ഈ ക്യാമറ ഓപ്പറേറ്ററും സിനിമാറ്റോഗ്രാഫറും ഫോട്ടോഗ്രാഫി ഡയറക്ടറും വീഡിയോഗ്രാഫറും ഒക്കെ എല്ലാം ഓരോരോ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പടത്തിൽ DOPയും കൂടെയാണ്. ഞാൻ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഡയറക്ടറാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത് എൻ്റെ അസിസ്റ്റൻസ് ആണ്. ക്യാമറ ഓപ്പറേറ്റേഴ്സ് ആണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത്. പറഞ്ഞു കൊടുക്കുന്നത് അതാ നേരത്തെ പറഞ്ഞത്. എല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് മാത്രം തീരുമാനിക്കും, എല്ലാം കഴിഞ്ഞിട്ട് നോക്കാനുള്ള ലൈറ്റിംഗ്, അതിന്റെ മൂവ്മെന്റ്, ഫ്രെയിമിന്റെ റേഞ്ച്, ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ക്യാമറ ഓപ്പറേറ്റേഴ്സിനെ അഭിനയിക്കണം. എങ്ങനെ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ ലൈക്ക് ടെൻഷൻ കൊണ്ട് തെറ്റിക്കോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ തെറ്റിച്ചിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഞാനെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെയല്ല. പക്ഷെ അതെന്തോ പക്ഷേ നമ്മൾ ഈ ഡയറക്ടറെ കൂടെ അഭിനയിക്കുന്ന അതിൻ്റെ കൂടെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറായ സുനിൽ പണിക്കറാണ്. അപ്പോൾ എനിക്ക് ഇവരെ കുറേ നാളുകളായിട്ട് അറിയാം. അപ്പോൾ ഇവർ നമ്മൾ കൂടെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. തെറ്റിയാലും ചീത്ത വിളിക്കില്ല എന്നുള്ള സാധനമൊക്കെ ഇവിടെ കിടക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആ കൂട്ടത്തിൽ ഉള്ളതായതുകൊണ്ട് നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടെൻഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതാണ്. സെറ്റൊക്കെ ഭയങ്കര എൻ്റെ ഞാൻ DOPയുടെ വർക്ക് ചെയ്യുന്ന സെറ്റായപ്പോഴും ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ സെറ്റുകളാണ് ഇഷ്ടം. വലിയ സിനിമാക്കാരെ എപ്പോഴും പേടിയാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു പേടിയാണ്. ഈ സെറ്റിൽ എന്തെങ്കിലും ഹയറാർക്കി സിസ്റ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഒബ്വിയസ്ലി നമുക്ക് ഒരു സെറ്റിൽ ഓരോരുത്തർക്ക് ഹയറാർക്കി വൈസ് ഡിവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇത് നോക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ സിനിമയ്ക്കകത്തും ഉണ്ടാവും ഈഗോ ഇഷ്യൂസും ഹയറാർക്കിയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഒരു സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഓഫ് ദി ക്യാപ്റ്റൻ ഡയറക്ടർ തന്നെയാണ്. അതായത് ക്യാപ്റ്റൻ പുള്ളി തന്നെയാണ്, സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ്. അവിടെ നിന്ന് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഉള്ള പോലെ പൊസിഷൻസ് ഒക്കെ ഉണ്ട്. ഈഗോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല അങ്ങനെ സെറ്റുകൾ ഉണ്ടാവാം. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ കംഫർട്ട് ആവുന്നത് വലിയ സിനിമകളിലല്ല. ഞാൻ എപ്പോഴും കൂടുതലും ഒരുപാട് പുതുമുഖങ്ങളെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരുടെ. അപ്പോൾ അത് എപ്പോഴും എനിക്കൊരു ഫാമിലി ആംബിയൻസിൽ വർക്ക് ചെയ്യാണ് ഞാൻ കംഫർട്ട് എപ്പോഴും. ഓക്കെ, അപ്പം നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങി റെഡി ആയി നിൽക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് ഒരു കുഞ്ഞു സിനിമ എന്ന് പറയുന്നില്ല, എനിക്ക് വലിയ സിനിമയാണിത്. അപ്പോൾ ഒരുപാട് വലിയ സിനിമകൾ വിജയിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്നേഹമുള്ള ഓഡിയൻസ്, പ്രേക്ഷകർ
ഈ സിനിമയും കാണണം. ഒരുപാട് വലിയ സിനിമകൾ വിജയിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഈ എൻ്റെ കുഞ്ഞു വലിയ സിനിമയെ ഇടപിടിച്ച് കയറ്റണം, അനുഗ്രഹിക്കണം. അതെ, അപ്പൊ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. ഈ DOP അല്ലാണ്ട് അതിനപ്പുറം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിലൂടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.